പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നമ്മേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ. എൻ്റെ പേര് ഷഹബാനത്ത്. എൻ്റെ ഇന്നത്തെ വിഷയം പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങൾ എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതുപോലെ വളരെ എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണ്. സൂറ അൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന്. ഈ റമദാൻ നമ്മിൽ എന്നാണ് വന്നത്? എത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുന്നത് ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ റമദാനിലെ രാപ്പകലുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോയാൽ ഈ റമദാൻ നമ്മിൽ നിന്നും പോയിക്കൊണ്ടേയിരിക്കും എന്ന് നാം ശ്രദ്ധിക്കണം. അതിനായി നാം സമയം കണ്ടെത്തുകയും വേണം. ആരാധന കർമ്മങ്ങൾക്കാണോ അനാവശ്യ കാര്യങ്ങൾക്കാണോ നാം ശ്രദ്ധ പുലർത്തുന്നതെന്ന് ഓർക്കുക. സ്ത്രീകൾ കൂടുതലും അടുക്കളയിലാണ് സമയം ചെലവഴിക്കുന്നത്. കാരണം പുതിയ പുതിയ പാചക രീതികൾ പരീക്ഷിക്കുന്നത് റമദാൻ മാസത്തിലാണ്. എന്നാൽ റമദാൻ പാചക മത്സരത്തിൻ്റെ മാസമല്ല എന്ന് ശ്രദ്ധിക്കുക. ഇനി എത്രയും എളുപ്പത്തിൽ പാചകം ചെയ്യാവുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. കാരണം നമ്മുടെ നോമ്പ് തുറക്കുന്നതിനും അത്താഴത്തിനും അത് ആവശ്യമാണ്. ആരാധനാ കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾക്ക് മുൻഗണന നൽകുക. ഇനി പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആർഭാടമായതും പലതരത്തിലുമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകത്തിന് പുതുമ നൽകാതിരിക്കുക. നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്നതും നമ്മിൽ നിന്നും വിട്ടുപോയതുമായ സുന്നത്തുകൾ ഉത്സാഹപൂർവ്വം ചെയ്യുക. ഫർദിൽ കണിശത പുലർത്തുക. കാരണം അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾക്കറിയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരാരും ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുക. സ്ത്രീകൾ അടുക്കളയിൽ പാചകമുണ്ടാക്കുകയാണെങ്കിൽ തന്നെ നല്ല നെയ്യത്തോടു കൂടി ചെയ്യുക. ഇതെൻ്റെ പ്രിയപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ് എന്ന് നെയ്യത്തോട് ഭക്ഷണം പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തരുന്നതാണ്. പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും സഹകരണം വേണം. വിഭവങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിൽ പരാതിപ്പെടാൻ പാടില്ല. കാരണം ഈ കുടുംബങ്ങൾക്കും സൽക്രമങ്ങൾ ചെയ്യുവാനുള്ള സമയം ലഭിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിലെ രാത്രികളിൽ കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ, മൻ സോമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.